ഇസ്ലാമിനെ മനഃപൂർവ്വം ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും മനഃപൂർവ്വം പാലക്കാട് ജില്ലയുടെ അപ്പുറത്ത് അവിടെങ്ങാണ്ട് ഒരു ആന ചത്തു. അതിന് കേന്ദ്രമന്ത്രി പറയുന്നത് മലപ്പുറത്ത് ചത്തു എന്നാണ്, മലപ്പുറത്തുകാർ കൊന്നു എന്നാണ്. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഏതിനും മുസ്ലിംകളെ കുറ്റപ്പെടുത്തിയിട്ട് 16-ാം തീയതി മരിക്കേണ്ട ആ പെണ്ണ് ഇതുവരെ മരിച്ചിട്ടില്ലല്ലോ അല്ലേ? നമ്മളെ പത്രങ്ങളൊക്കെ ഇങ്ങനെ തൂക്ക് കയറ് ഒരു ഭാഗത്തും ആ പെണ്ണിന്റെ കഴുത്ത് ഒരു ഭാഗത്തും വെച്ച് ഫോട്ടോ കൊടുത്തല്ലോ അല്ലേ? കഴിഞ്ഞ 16-ാം തീയതിയാണ് തൂക്കിലേറ്റേണ്ടത്. അൽഹംദുലില്ലാ ആ 16 മുതൽക്ക് ഇങ്ങോട്ട് ഇന്ന് 10-ാം തീയതിയില്ലേ? ഇപ്പൊ 26 ദിവസം ഒക്കെ ആയുസ് കിട്ടിയോ കിട്ടിയില്ലേ? അത് കാന്തപുരസ്താദ് ഇടപെട്ടിട്ട് തന്നെ കിട്ടിയതാണ്. ബാക്കി നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് മൂപ്പര് ഇടപെട്ടിട്ട് കിട്ടിയതാണ്. പക്ഷെ അത് ഇടപെട്ടത് ഒരു മുസ്ലിമായി, അതും ഒരു പണ്ഡിതനായി, അതൊരു സുന്നി പണ്ഡിതനുമായി. അപ്പൊ പിന്നെ എല്ലാവർക്കും പറ്റാതെ അസുഖമൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു അല്ലേ? ഈ അസുഖക്കാർക്കും വെള്ളാപ്പള്ളിക്കും ഒക്കെ ഒരു ഗുളിക കൊടുത്താൽ മതി അല്ലേ? ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനത്തെ ഒരു കാലത്ത് ഇസ്ലാമിന്റെ സൗന്ദര്യം, ഇസ്ലാമിന്റെ സാഹോദര്യം, ഇസ്ലാമിന്റെ സമാധാനം, ഇസ്ലാമിന്റെ നേതൃത്വം മുഹമ്മദ് മുസ്തഫ അവരെ നമ്മൾ ശരിക്കും ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ റബീഉൽ അവ്വലിന്റെ ആ വല്ലാത്ത ഒരു തബറുക്കുൽ ആസാർ ഉൾപ്പെടെയുള്ള മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോളജ് സിറ്റിയിൽ നടക്കുമ്പോൾ 25-ാം തീയതി തിങ്കളാഴ്ച സുബഹി നിസ്കാരത്തിന് മസ്ജിദുൽ ഫുതൂഹ് നോളജ് സിറ്റിയിലെ വലിയ പള്ളിയിലേക്ക് എത്തിച്ചേരുക.